ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 138/2023 നടന്ന ആ കാറ്റഗറിയിൽ നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അതാണ് എന്ന രീതിയിൽ നമ്മൾ പോകുന്നത് കൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് തന്നെ ആൻസർ എഴുതണം. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ കൃത്യമായി അത് അടയാളപ്പെടുത്താതെ തന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോന്നും നമ്മൾ വായിച്ച് തന്നെ ആ ഒരു വായിക്കാനുള്ള ഒരു മനോഭാവം, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള ഒരു മനോഭാവം നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. അതില്ലാത്തതാണ് പ്രസ്താവന ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. BN ഭട്നാഗർ, ഡോക്ടർ രാജാരാമണ്ണ, ലക്ഷ്മണസ്വാമി മുതലിയാർ. അടുത്തത് VP മേനോൻ, ഫസൽ അലി, അതേപോലെ KM പണിക്കർ, ഗുൽസാരിലാനന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ഇവയിൽ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പുനഃസംഘടന നടത്താൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരല്ല? ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഫസൽ അലിയെയും KM പണിക്കരെയും ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ അത് കറക്കി കുത്തി എഴുതാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, VP മേനോൻ അതിലില്ലായിരുന്ന ഒരു അംഗമാണ്. അവിടെ HN കുൻസറുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ഇവയൊന്നുമല്ല എന്ന ആൻസറാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്, ഇവയൊന്നുമല്ല. ഓപ്ഷൻ D ആണ് ആൻസർ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബോസ്റ്റൺ ടീ പാർട്ടി, രക്തരൂക്ഷിത ഞായറാഴ്ച, ബോക്സർ കലാപം. ഇവയിൽ രക്തരൂക്ഷിത ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? റഷ്യൻ വിപ്ലവം കേട്ടോ, റഷ്യൻ വിപ്ലവമാണ്. മൂന്നാമത്തെ ചോദ്യം, പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ. ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതാണ്? പെൻഗംഗ. പെൻഗംഗയാണ്. ഓപ്ഷൻ C ആണ് ആൻസറായിട്ട് വരുന്നത്. നാലാമത്തെ ചോദ്യം, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇവ ഏത് വിഭാഗത്തിൽ പെടുന്നു? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യം കേട്ടോ, ക്യാൻസൽ ചെയ്താണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം, 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ, തൃശ്ശൂർ. ഓപ്ഷൻ B ആണ് തൃശ്ശൂർ. ആറാമത്തെ ചോദ്യം, മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനാണ്? കോണ്ടൂർ ലൈൻ കേട്ടോ, കോണ്ടൂർ രേഖകളാണ് കേട്ടോ. ഓപ്ഷൻ A ആണ് ആൻസർ, കോണ്ടൂർ രേഖകൾ. ഏഴാമത്തെ ചോദ്യം, അലഹബാദ് ഹാൽഡിയ, സാദിയ ദുബ്രി, കോട്ടപ്പുറം കൊല്ലം, കാക്കിനഡ പുതുച്ചേരി. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. ഇവയിൽ NW1 ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? അലഹബാദ് ഹാൽഡിയാണ് കേട്ടോ, അലഹബാദ് ഹാൽഡിയ. ഓപ്ഷൻ D ആണ് ആൻസറായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS, ചർച്ച് മിഷൻ സൊസൈറ്റി CMS, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയതെന്നാണ് ചോദ്യം. ഓപ്ഷൻ C ആണ്. ഏതാണ്? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് കേട്ടോ. 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. ഒൻപതാമത്തെ ചോദ്യം, 2021 ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച അന്താരാഷ്ട്ര ഘടകം ഇവയിൽ ഏതാണ്? UN രക്ഷാസമിതി കേട്ടോ, UN രക്ഷാസമിതി. ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം, നെല്ല്, കരിമ്പ്, ചോളം, ഗോതമ്പ് മേൽപ്പറഞ്ഞ കാർഷിക വിളകളിൽ ഉൽപാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്തുള്ള വിളകൾ ഏതാണ് അല്ലെങ്കിൽ ഏവ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത ചോദ്യമായിരുന്നു കേട്ടോ, ഇതും ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. പത്താമത്തത്. 11ാമത്തെ ചോദ്യം, സിയാല്, ഹിൻഡാൽകോ, കൊച്ചി മെട്രോ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് PCBL. ഊർജ സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ്. ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ B ആണ് ആൻസർ കേട്ടോ. നാലാമത്താണ് കേട്ടോ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ആണ് അതിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ B ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം, പൗരസ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ ഭരണത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? പുന്നപ്ര വയലാർ സമരം കേട്ടോ, പുന്നപ്ര വയലാർ സമരമാണ്. ഓപ്ഷൻ D ആണ് ആൻസറായിട്ട് വരുന്നത്. 13ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത്? കരിമ്പാണ് കേട്ടോ, കരിമ്പ്. ഓപ്ഷൻ A കരിമ്പ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഒഡീഷ സിന്ദർഗഡ്, കർണാടകം നീലഗിരി, തമിഴ്നാട് സേലം, ജാർഖണ്ഡ് സിംഭം.
അപ്പോൾ ഈ മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി എന്നാണ് കർണാടകം നീലഗിരി, അതാണ് തെറ്റ് കേട്ടോ. 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന ചോദ്യം. ഏതാണ്? പെട്രോളിയമാണ് കേട്ടോ. ഓപ്ഷൻ സി പെട്രോളിയമാണ്. 16ാമത്തെ ചോദ്യം, ലോകവ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് തന്നേക്കുന്നത് 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമാക്കി നിലവിൽ വന്നു. ലോകവ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 2015 ഏപ്രിലിലെ കണക്കനുസരിച്ച് 170 രാജ്യങ്ങൾ അംഗമാണ്. ഏതൊക്കെയാണ്? 1, 2 എന്നിവ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ശരിയായിട്ടുള്ളതൊക്കെയാണ് 1, 2 എന്നിവയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 17ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു, അതേപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. ഓപ്ഷൻ സി ആണ് ആൻസർ. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു കേട്ടോ. അതാണ് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 18ാമത്തെ ചോദ്യം, 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെ? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആര്? നിർമ്മല സീതാരാമനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 20ാമത്തെ ചോദ്യം, 1ാം പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 21 ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത്? 356 സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കേട്ടോ. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാണ്. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 22ാമത്തെ ചോദ്യം, ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് എന്നാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 23ാമത്തെ ചോദ്യം, കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി 2020 ആരംഭിച്ച പ്രദേശം എന്നാണ്? മൺട്രോ തുരുത്ത് കൊല്ലം കേട്ടോ. മൺട്രോ തുരുത്ത് കൊല്ലമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 24ാമത്തെ ചോദ്യം, ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി കണ്ണൂർ കേട്ടോ. കണ്ണൂർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണ്? ഗവർണർക്ക്. കൊടുത്തിരിക്കുന്നതിൽ ഗവർണർക്ക്. അടുത്ത ചോദ്യം 26, വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കിളിക്കൊഞ്ചൽ എന്ന വിനോദ വിജ്ഞാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക്. ഏതാണ് ആൻസർ? 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. 27ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് മെഡൽ ജേതാവ് PR ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ്. 28ാമത്തെ ചോദ്യം, UNOയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് എത്രാമത്തെ റിപ്പോർട്ടെന്നാണ്? 6ാമത് റിപ്പോർട്ടാണ് കേട്ടോ. 6ാമത്. 29ാമത്തെ ചോദ്യം, 2020 വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ മുഖ്യ പ്രമേയമായിരുന്നു. 20ലെയാണ് കേട്ടോ. 20ലെ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക, അതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളുടെ ശില്പി. ഇതൊക്കെ സ്ഥിരം ചോദ്യമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിലെ ആദ്യ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുറ്റടി, ഇടുക്കി. ഓപ്ഷൻ എ പുറ്റടി, ഇടുക്കി. 32ാമത്തെ ചോദ്യം, അത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. ക്യാൻസൽ ചെയ്താണേ. 33, PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് കേട്ടോ. ഗവർണർ. ഓപ്ഷൻ ഡി ഗവർണറാണ്. 34ാമത്തെ ചോദ്യം, COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാ? സ്പുട്നിക് ആണ് കേട്ടോ. സ്പുട്നിക്. ഓപ്ഷൻ സി ആണ് ആൻസർ. 35, ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിൻ്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? അയോഡിൻ. ഓപ്ഷൻ എ അയോഡിൻ.
36-ാമത്തെ ചോദ്യം, ആരോഗ്യവാനായ ഒരാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 120/80 കേട്ടോ. 120/80 mmHg ആണ്. 37-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. ജീവകം സി റൈബോഫ്ലാവിൻ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ജീവകം സി റൈബോഫ്ലാവിൻ എന്നുള്ളത് തെറ്റാണ്. അതാണ് തെറ്റായിട്ടുള്ള ജോഡി കേട്ടോ, ശരിയല്ലാത്ത ജോഡി. അപ്പോൾ ബി ആണ് ആൻസർ. 38, ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് അടിയന്തര ശസ്ത്രക്രിയയും പരിചരണവും ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏത്? ഹൃദ്യം. ഓപ്ഷൻ സി ഹൃദ്യമാണ് കേട്ടോ. ഹൃദ്യം ഓർത്തിരിക്കുക. 39-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ആദ്യ ജില്ല ഏത്? തൃശ്ശൂർ. ഓപ്ഷൻ ബി ആണ് തൃശ്ശൂർ കേട്ടോ. തൃശ്ശൂരാണ്. 40-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? 3 കേട്ടോ. ഗോയിറ്റർ, ക്രാറ്റനിസം, ഹൈപ്പോ തൈറോയിഡിസം കേട്ടോ. താഴെ പറയുന്നവയിൽ അയഡിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്നത് ഏതൊക്കെയാണ്? 3 ഗോയിറ്റർ, ക്രാറ്റനിസം, അതേപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 41-ാമത്തെ ചോദ്യം, TPRൻ്റെ പൂർണ്ണരൂപം? ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 42-ാമത്തെ ചോദ്യം, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 kg എത്ര ന്യൂട്ടൺ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ് കേട്ടോ. 9.8 ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 43-ാമത്തെ ചോദ്യം, മഴവില്ല് ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനം. ഏതാണ്? പ്രകീർണനം കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 44-ാമത്തെ ചോദ്യം, ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ്? കൊഹിഷൻ ബലം കേട്ടോ. ഓപ്ഷൻ ബി കൊഹിഷൻ ബലമാണ്. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതലബലത്തിന് കാരണം ഏത് ബലമാണ്? കൊഹിഷൻ ബലമാണ്. 45-ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 2-ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിത കേട്ടോ. ഓപ്ഷൻ എ മുത്തയ്യ വനിതയാണ്. 46-ാമത്തെ ചോദ്യം, തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റോജർ പെൻറോസ് കേട്ടോ. റോജർ പെൻറോസ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 47-ാമത്തെ ചോദ്യം, അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിൻ്റെ രാസസൂത്രം ഏതാണ്? Al2O3 2H2O കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. Al2O3 2H2O. 48-ാമത്തെ ചോദ്യം, പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മാണത്തിൽ ശോഷകാരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? കാൽഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ. കാൽഷ്യം ഓക്സൈഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കാൽഷ്യം ഓക്സൈഡ് ആണ്. 49-ാമത് ചോദ്യം, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? ഏതാണ്? ഡി ബ്ലോക്ക് കേട്ടോ. ഓപ്ഷൻ സി ഡി ബ്ലോക്കാണ്. 50-ാമത്തെ ചോദ്യം, 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം പങ്കിട്ട ജേതാക്കൾ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? ഇമ്മാനുവൽ ഷാർപ്പൻറ്റിയർ, ജെന്നിഫർ എ ഡൗഡ്ന കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഇമ്മാനുവൽ ഷാർപ്പൻറ്റിയർ, ജെന്നിഫർ കേട്ടോ. ജെന്നിഫർ എ ഡൗഡ്ന. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 51-ാമത്തെ ചോദ്യമാണ്, ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നതിനുള്ള നൂതന ജീൻ എഡിറ്റിംഗ് സാങ്കേതികത്തിനാണ് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഈ സാങ്കേതികവിദ്യ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ക്രിസ്പർ കാസ്9 കേട്ടോ. ക്രിസ്പർ കാസ്9 എന്നാണ്. ക്രിസ്പർ കാസ്9. 52-ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? KM പണിക്കർ കേട്ടോ. ഓപ്ഷൻ ഡി KM പണിക്കരാണേ. 53-ാമത്തെ ചോദ്യം, സാരേ ജഹാംസെ അച്ച എന്ന പ്രശസ്ത ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ കേട്ടോ. ഓപ്ഷൻ സി മുഹമ്മദ് ഇക്ബാലാണ്. ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 5 കേട്ടോ. ജൂലൈ 5 ആണ്. ജൂലൈ 5. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് ആരാണ്? വി ഷിനിലാൽ കേട്ടോ. വി ഷിനിലാൽ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 56-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായി അറിയപ്പെടുന്ന സിനിമ ഏത്? ബാലൻ. ഓപ്ഷൻ ബി ബാലൻ.
57 ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഹോക്കിയാണ് കേട്ടോ. ഓപ്ഷൻ സി ഹോക്കിയാണ്. 58 ചോദ്യം, രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ക്രിക്കറ്റ് കേട്ടോ, ക്രിക്കറ്റാണ്. 59 ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സെർച്ച് എഞ്ചിൻ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതാണ്? താഴെ തന്നിരിക്കുന്നില്ല, ജിമെയിൽ ആണ് കേട്ടോ. ജിമെയിൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 60 ചോദ്യം, മനുഷ്യ ശാരീരിക സവിശേഷതകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ബയോമെട്രിക് സെൻസർ കേട്ടോ. ബയോമെട്രിക് സെൻസറാണ്. 61 ചോദ്യം, റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? വാൻ കേട്ടോ. വാൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 62 ചോദ്യം, ഡിജിറ്റൽ എംപവർമെന്റ് ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫോർ എംപവർമെന്റ് ഇന്നൊവേഷൻ അറ്റ് COVID-19 പുരസ്കാരം 2020-21 കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ്? കൈറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കൈറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 63 ചോദ്യം, സായുധ സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ടെലിമെഡിസിൻ സർവീസാണ് സെഹത്ത് OPD. ഏതാണ്? സെഹത്ത് OPD കേട്ടോ. സെഹത്ത് OPD. 64 ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമത്തിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതെല്ലാം? അതായത് ഇതിൽ കൊടുത്തേക്കുന്നില്ല, പ്രമാണങ്ങളുടെ പകർപ്പുകൾക്ക് അപേക്ഷകന് അർഹതയുണ്ട്. അതേപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി വിവരാവകാശത്തെ കണക്കാക്കാം. സിയും ഡിയുമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് കേട്ടോ. പ്രസ്താവനകൾ സിയും ഡിയും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ബാക്കി രണ്ടും എന്താണ്? തെറ്റാണ്. 65 ചോദ്യം, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? 2019 കേട്ടോ. 2019 66 ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനുള്ള നിയമത്തിൽ രണ്ടാനച്ഛനെയും രണ്ടാനമ്മയെയും അച്ഛനമ്മമാർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ ചുമതല അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും മാത്രമാണ്. പൗരാവകാശ നിയമപ്രകാരം അസ്പൃശ്യത കാരണമാക്കിയിട്ടുള്ള മതപരമായ അവശതകൾ നിരോധിക്കുന്നില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതിന് ശുപാർശ നൽകുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാഷ്ട്രപതിയാണ്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 67 ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മനുഷ്യജീവന് അപകടമാവുന്ന രീതിയിൽ പൊതുവഴിയിലൂടെ വാഹനം ഓടിക്കുന്നത് ശിക്ഷാർഹമാവുന്നത്? വകുപ്പ് 279 കേട്ടോ. വകുപ്പ് 279. ഓപ്ഷൻ എ ആണ് ആൻസർ. കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമപ്രകാരം സ്പെഷ്യൽ കോർട്ടായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള കോടതി ഏതാണ്? ഓപ്ഷൻ സി സെഷൻസ് കോടതിയാണ് കേട്ടോ. സെഷൻസ് കോടതി. 69 ചോദ്യം, ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്ന്? മാർച്ച് 15 കേട്ടോ. മാർച്ച് 15 ഓപ്ഷൻ എ ആണ് ആൻസർ. ബാലവേല നിയന്ത്രിക്കുന്നതിന് ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ്? അനുച്ഛേദം 24 കേട്ടോ. അനുച്ഛേദം 24 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.